ശ്രീ ഗോപകുമാർ സർ, കേരളത്തിൽ BJP കളം പിടിക്കുന്നു എന്നത് നമ്മൾ വെറുതെ പറയുകയില്ല, വളരെ കൃത്യമായി ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ജലീൽ പുനലൂർ ആ വിജയത്തെ അതിൻ്റെ ശോഭ കെടുത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനെ വളരെ നിസ്സാരമായി കാണുകയാണ് BJPയുടെ ഈ മുന്നേറ്റത്തെ. നോക്കൂ, ഈ ഇന്ന് പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ആലപ്പുഴ എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ മണ്ണാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രീതിയിൽ സംഭാവനകൾ നൽകിയ, ഒരുപാട് കാലം അങ്ങനെ ഇപ്പോഴും CPMൻ്റെ കൂടെ നിൽക്കുന്ന വിപ്ലവത്തിൻ്റെ ഭൂമിക എന്നൊക്കെ പറയുന്ന ആലപ്പുഴയിലുണ്ടായ ഈ BJPയുടെ വലിയ തിളക്കം. 8 പഞ്ചായത്തുകളാണ് ആലപ്പുഴ ജില്ലയിൽ BJP പിടിച്ചടക്കിയിരിക്കുന്നത്. അങ്ങനെ പല ജില്ലകളും എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ വലിയ മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കൈവരിച്ചിരിക്കുകയാണ്. പക്ഷേ അത്തരത്തിലൊരു വളർച്ച BJPക്ക് ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ നിരീക്ഷണം? BJP വളർച്ചയുടെ പാതയിലല്ലേ കേരളത്തിൽ? കേരള രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി 2 മുന്നണികളാണ് ഉണ്ടായിരുന്നത്. ആ 2 മുന്നണികൾ നീണ്ടകാലമായി കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് കോൺഗ്രസ് വിരുദ്ധ മുന്നണിയും കോൺഗ്രസ് മുന്നണിയും, അതുമല്ലെങ്കിൽ കോൺഗ്രസ് വേഴ്സസ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നുള്ള ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് പിന്നീട് UDF LDF എന്നുള്ള ബൈപോളാർ പൊളിറ്റിക്സ് 1979 ശേഷം ഇവിടെ സ്ഥാപവൽക്കരിക്കപ്പെട്ടത്. പക്ഷേ സമീപകാലത്തായി ഇതിന് വ്യക്തമായ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് തെളിയുന്നുണ്ട്. അത് പടിപ്പടിയായി BJP 2% നിന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 മുതൽ 20% ഇത്തവണ 15% പഞ്ചായത്തുകളിൽ നേടി. അപ്പോൾ എന്തായാലും ആ മൂന്നാം മുന്നണിയുടെ വരവ് 2 മുന്നണികൾക്കും വെല്ലുവിളി ഉണ്ടാക്കി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ BJPക്ക് മുന്നിലുള്ളത് സുഗമമായൊരു പാതയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ 2 മുന്നണികൾ ശക്തമായി നിലയുറപ്പിച്ച പശ്ചാത്തലം, 2 മുന്നണികൾക്കും മുഖ്യധാരയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ, പ്രധാനപ്പെട്ട സമുദായങ്ങളുടെ പിന്തുണ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈ 2 മുന്നണിക്കും അപ്പുറമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഹിന്ദുത്വ ആശയങ്ങൾ വളർത്തിക്കൊണ്ട് ഒരു പ്രബല കക്ഷിയായി മാറി എന്ന് പറയാവുന്ന രീതിയിലായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ കിട്ടി, 2 മുനിസിപ്പാലിറ്റികൾ 2-3 മുനിസിപ്പാലിറ്റികൾ കിട്ടി, പഞ്ചായത്തുകളിൽ 30 ജയിച്ചു. ശരിയാണ്, BJP പഴയതിൽ നിന്നൊക്കെ വളരെ വളരെ മുന്നോട്ട് പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മേഖലയിൽ പ്രത്യേകിച്ച് തെക്കൻ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നൊരു സ്വാധീനം താങ്കൾ ആലപ്പുഴ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ഗണ്യമായ ഒരു ഘടകമായ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 11 അസംബ്ലിയിലും 1-ാം സ്ഥാനത്തും 8 2-ാം സ്ഥാനത്തും വന്ന കാര്യവും നമ്മൾ ഓർക്കുന്നുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മറ്റൊന്നാണെങ്കിലും. പക്ഷേ പഞ്ചായത്തുമായി അടുത്ത് നിൽക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ്, ഈ പശ്ചാത്തലം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ബൈപോളാർ എന്നുള്ളത്, പ്രധാനപ്പെട്ട ദ്വികക്ഷി മുന്നണി രാഷ്ട്രീയം എന്നുള്ളത് ഇന്നിപ്പോൾ ത്രികോണ മത്സരമായി അത് ട്രൈപോളറായി ആ നിലയ്ക്ക് തുല്യമല്ലെങ്കിലും 3 പ്രബല മുന്നണികൾ മത്സരിക്കുന്നു. ഇവിടെ BJPക്ക് ആത്മവിശ്വാസം നൽകുന്ന ചില മേഖലകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അതേസമയം കേരളത്തിൽ ശക്തമായ 2 ന്യൂനപക്ഷം വോട്ട് ബാങ്കും അതനുസരിച്ചുള്ള രാഷ്ട്രീയവും ഉള്ളൊരു പശ്ചാത്തലത്തിൽ അതിൻ്റെ പിന്തുണ കൂടുതൽ കാലവും UDFന് കിട്ടുന്ന ഒരു ചരിത്ര പശ്ചാത്തലവും, ഇടയ്ക്കത് ചെറുതായിട്ട് മാറും. ആ വ്യത്യാസങ്ങൾ എന്തായാലും ഈ 2 ഫാക്ടേഴ്സും അവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് 50% ഇത്രത്തോളം പ്രബലമായ മുന്നണി ന്യൂനപക്ഷ രാഷ്ട്രീയമുള്ളൊരു സംസ്ഥാനത്തിൽ BJPക്ക് മുന്നോട്ടുള്ള പാത അത്ര എളുപ്പമാണെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഏതാണ്ട് 2% നിന്ന് ഇവിടം വരെ എത്തി എന്നുള്ളതും, ഒരു പാർലമെൻറ്റ് മെമ്പർ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതും, ഒരു പക്ഷേ ഭാവിയിൽ MLA മാർ, നേരത്തെ തന്നെ ഒരു MLAയുടെ കാര്യം പറഞ്ഞു, അങ്ങനെ ആ നിലയ്ക്ക് ഈ ദ്വികക്ഷി മുന്നണി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതോടൊപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയവും മാറിയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ഈ BJP ജയിക്കുന്ന സാഹചര്യം വരുന്നൊരു പശ്ചാത്തലം വരുമ്പോൾ പലപ്പോഴും 2 മുന്നണികൾ ഒരുമിച്ച് നിന്ന് ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ഇലക്ഷനിൽ 2 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ പോലും അവർ BJPയുടെ വിജയസാധ്യതയെ തകർക്കാൻ പറ്റുന്ന രാഷ്ട്രീയവും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള പാത അത്ര എളുപ്പമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നേടിയ മുന്നേറ്റം, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയത്. കാരണം 35-ൽ നിന്ന് 50-ലേക്ക് എത്തി എന്ന് പറയുന്നതും
ശതമാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ 24% വോട്ട് കിട്ടി എന്നുള്ളതും അതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. പിന്നെ വർഗീയത എല്ലാ കക്ഷികളും കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മുന്നണി മതേതര മുന്നണിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാ രാഷ്ട്രീയത്തിലും അത് കാണുന്നുണ്ട്. അത് തെളിച്ചും ഒളിച്ചും പല രീതിയിൽ ചെറിയ ഘടകകക്ഷികളും ആ നിലയ്ക്ക് കേരള പൊളിറ്റിക്സ് പോകുമ്പോൾ പ്രബലമായ ഒരു കക്ഷി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് കൂടുതൽ ജസ്റ്റിഫിക്കേഷൻ, കാരണം ഒരു കാലത്ത് BJPക്ക് ഒരു തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, അത് മാറി എന്നുള്ളതും മുന്നേറാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതും വസ്തുതയാണ്. ഒരു പുതിയ നേതൃത്വം പാർട്ടിക്കുണ്ട്, അണികളുണ്ട്. ആ നിലയ്ക്കുള്ള മാറ്റങ്ങൾ വരുമ്പോൾ മറ്റ് രണ്ട് മുന്നണികൾക്കും ഇതൊരു വലിയ വെല്ലുവിളിയായി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ നിലയിലുള്ളൊരു മാറ്റമാണ് വാസ്തവത്തിൽ ഇനി BJPക്ക് മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്നുള്ളതും കേരള രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.